അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാന് സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാന് സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ക്യാൻസർ രോഗിയായ ജിനിമോളെ പ്രത്യേകം സമർപ്പിച്ച് കർത്താവ് ആ മകളെ തൊട്ട് സുഖപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. മനുവിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് തുടരാം. ജിയായുടെയും സന്തോഷിൻ്റെയും കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ ഇമ്മാനുവേലിൻ്റെ ജന്മദിനമാണ്. ആ മകൻ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹന്നാമോളുടെ മേലും ദൈവാനുഗ്രഹം വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആനിയുടെയും സെബിയുടെയും കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ മക്കളുടെ നല്ല ഭാവിക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് കുരുവിള, അന്തോണിച്ചൻ, ഔസേപ്പച്ചൻ എന്നിവരുടെ സ്ഥലം വിൽപ്പനയുടെ തടസ്സങ്ങൾ മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം. അനുതാപത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും അങ്ങേ കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവം അവരുടെ മേൽ വർധനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീക്ഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി ഇവ പാലിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ഇസ്രായേൽ സമൂഹം ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ഏലിമിനും സീനായ്ക്കുമിടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി നിങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്നു ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനംപ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടി ഉണ്ടായിരിക്കും. അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാദികൾ കേട്ടിരിക്കുന്നു. അഹറോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണു കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു. അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ദാനം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസവും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. അല്ലേലുയ. വിത്ത് ദൈവവചനവും വിതക്കാരൻ ക്രിസ്തുവുമാകുന്നു. അവൻ്റെ അടുത്ത് വരുന്നവരെല്ലാം നിത്യമായി നിലനിൽക്കും. അല്ലേലുയ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച
പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറി ഇരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ 2 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നാം അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവാണെന്ന് മനസ്സിലാക്കണം, അറിയണം, ഏറ്റുപറയണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് അതാണ്. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് ഞാനാണ് അവരുടെ ദൈവമെന്ന് അവരറിയണം. ഇസ്രായേൽ ജനത്തിന് വേണ്ടി കർത്താവ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത്. പുറപ്പാട് 14-ാം അധ്യായം, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. ഇസ്രായേൽ ജനം ചെങ്കടലിനും ഈജിപ്ത് സൈന്യത്തിനും ഇടയ്ക്ക് നിൽക്കുന്നത്. അവിടെ ചെങ്കടലിൽ പാത തെളിച്ച് ദൈവം അവരെ മുമ്പോട്ട് നയിച്ചു. അവരുടെ ശത്രുക്കളെയെല്ലാം ആ ചെങ്കടലിൽ താഴ്ത്തുകയും ചെയ്തു. ഇത് കണ്ട ഇസ്രായേൽ ജനമാണ്. ഇത് കഴിഞ്ഞ് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ അല്പം വിശപ്പ് അവർ അനുഭവിക്കേണ്ടി വന്നപ്പോഴേ അവർ പരാതി പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ ദൈവം ചെയ്ത പല അനുഗ്രഹങ്ങളും മറന്നിട്ട് ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞ് പരാതിയും പരിഭവമായിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മളിന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വളരെ ചെറുതായിരിക്കാം. എന്നാലും നമ്മൾ അതേക്കുറിച്ച് പരാതി പറയും. ഞാൻ ഈയിടെ ഒരു സഹോദരൻ പറഞ്ഞു കേട്ടതാണ്. നേരത്തെയൊക്കെ ഈ ഭയങ്കരമായ മഴ വരുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മഴയായിരുന്നെങ്കിൽ പുള്ളി പറയുമായിരുന്നു നശിച്ച മഴ. പക്ഷെ ഇപ്പം മഴയ്ക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നുണ്ടെന്ന്. കാരണം അത് ദൈവം തരുന്ന കാര്യമാണ്. ദൈവം അനുവദിക്കുന്നതാണ് മഴയും വെയിലുമൊക്കെ. അപ്പം അതുകൊണ്ട് നശിച്ച മഴയെന്ന് പറയുമ്പോൾ അത് തന്ന ദൈവത്തെ ദുഷിക്കുകയാണെന്നുള്ള ആ ഒരു ബോധ്യം കിട്ടിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെല്ലാം ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും എന്നുള്ള ആ ഒരു ബോധ്യമുണ്ടാകണം. ഇനി നമ്മൾ കാണുകയാണ്, തെളിവായിട്ട് ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് രാവിലെ ഭക്ഷിക്കാനുള്ള അപ്പം കിട്ടും, വൈകുന്നേരമാകുമ്പോൾ കഴിക്കാനുള്ള ഇറച്ചി കിട്ടും. എന്നിട്ട് ദൈവം ചെയ്തത് എന്താണ്? രാവിലെ മന്ന ഒഴിച്ചു, അതുപോലെ തന്നെ വൈകുന്നേരം കാടപ്പക്ഷികൾ അവരുടെ കൂടാരത്തിന് ചുറ്റും വന്ന് വീണു. അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ചു. വീണ്ടും ദൈവം പറഞ്ഞു, 6 ദിവസം നിങ്ങൾ ഓരോ ദിവസത്തേക്കുമുള്ളത് ശേഖരിച്ചു വെക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം നമ്മൾ കേട്ടതാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് 2 ചെവി ഉണ്ടായിട്ട് കേൾവി ശക്തി ഉണ്ടായിട്ട് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ലാത്ത അവസ്ഥ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഉണ്ടായാൽ പോരാ, കേൾവി ശക്തി ഉണ്ടായാൽ പോരാ, നമുക്ക് ദൈവം പറയണത് ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടാകണം.
നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം ചിലരോട് ഒരോമർ ഒരു ദിവസത്തേക്ക് നിങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ വേറെ ചിലർ 2 ഓമർ എടുത്തു. അവർക്ക് എന്ത് സംഭവിച്ചു? അവരാ കൂടുതലായി എടുത്തതെല്ലാം പുഴു പിടിച്ചു പോയി. ഇനി വീണ്ടും ചിലർ കുറച്ചും ചിലർ കൂടുതലും എടുത്തിട്ട് അവസാനം നോക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരേ അളവ്. ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങൾ കണ്ടവരാണ് ഇസ്രായേൽ ജനം. ഞാൻ അവരോട് പറയുണ്ടായി, 6-ാം ദിവസം നിങ്ങൾ എടുക്കുന്ന ആ മന്ന അത് നിങ്ങളുടെ ഭവനത്തിലെത്തി എടുത്ത് നോക്കുമ്പോൾ ഇരട്ടി ഉണ്ടായിരിക്കും. ഇതെല്ലാം ദൈവമാണെന്നുള്ളതിൻ്റെ അടയാളങ്ങളായിട്ട് ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം കണ്ട ഇസ്രായേൽ ജനം പിന്നീട് അല്പം വിശപ്പ്, ഇച്ചിരി ദാഹമൊക്കെ വന്നപ്പം ദൈവത്തിനെതിരെ പിറുപിറുത്തു. മോശയോട് പറഞ്ഞത്, ഈജിപ്തിൽ ശവകുടീരങ്ങളില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഇനി അത് വീണ്ടും അവർ ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ടതാണ്. അന്നത്തെ ഞങ്ങൾ കഴിച്ച ആ ഇറച്ചിയുടെ ടേസ്റ്റ്, ഞങ്ങൾ കഴിച്ച ഉള്ളിയുടെ ടേസ്റ്റ്, അതൊന്നും ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല എന്നും പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരാതിയും പരിഭവം പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയണം. സങ്കീർത്തനം 103 2-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു പരാജയം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. നിങ്ങൾ വേണേ ഒരാൾക്ക് ലക്ഷങ്ങൾ കൊടുത്തു സഹായമായിട്ട്, അതിനുശേഷം ഒരു പ്രാവശ്യം അവർ ചോദിച്ചപ്പം അത്രയും കൊടുക്കാൻ പറ്റിയില്ല, വേണമെങ്കിൽ ഒരു അല്പം കുറഞ്ഞു പോയി. അതിൻ്റെ പേരിൽ ഇതിനു മുമ്പ് നൽകിയതെല്ലാം അവർ മറന്നിട്ട് നിങ്ങൾക്കെതിരെ പരാതി പറയുകയാണെങ്കിൽ, പരിഭവം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വേദന എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ നന്ദിയില്ലാത്ത ആ ഒരു ഹൃദയത്തോടു കൂടി നമ്മൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തെ എത്രമാത്രം നൊമ്പരപ്പെടുത്തും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, പറഞ്ഞ പോലെ നമുക്ക് ചെവിയുണ്ടെങ്കിലും കേൾവി ശക്തി ഉണ്ടെങ്കിലും വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടും ഇതുവരെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത അവസ്ഥ. വിധക്കാരൻ്റെ ഉപമ കർത്താവ് വിവരിച്ചു പറയുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്ന്, പാറമേൽ വീണ വിത്ത്. ഇന്ന് ഇതുപോലെ വചനം കേട്ടു പോകുന്ന നിരവധി ആളുകളുണ്ട്. ഹൃദയം കഠിനമായിട്ടിരിക്കുക. നമ്മൾ ബലി അർപ്പിക്കുമ്പോഴാണേലും പ്രാർത്ഥിക്കുമ്പോഴാണേലും ശുശ്രൂഷ ചെയ്യുമ്പോഴാണേലും ഹൃദയം കഠിനമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ അത് ഫലമണിയണമെന്നില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ഫലമൊക്കെ കിട്ടിയേക്കാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാകണമെന്നില്ല. ഹൃദയം കഠിനമായിട്ടിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ കഠിന ഹൃദയത്തോടെ പോയി ബലിയർപ്പിച്ച് പോകാൻ പറ്റും. കുർബാനയ്ക്ക് കൂടി എന്നൊക്കെ പറയാം. അപ്പം അതുകൊണ്ട് ഹൃദയം കഠിനമാകാതെ മാംസള ഹൃദയമുള്ളവരായിട്ട് നമ്മൾ മാറണം. എസെക്കിയേൽ 36:25 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരുടെ ശിലാഹൃദയം മാറ്റി മാംസള ഹൃദയം നൽകും. അപ്പോൾ അവർക്ക് എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റും. ദൈവത്തെ നമ്മുടെ ദൈവമായ കർത്താവായി അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും പറ്റുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം കഠിനമാണ്. ചില കാര്യങ്ങൾ, ചില പാപങ്ങൾ ആവർത്തിച്ച് ചെയ്ത് നമ്മുടെ ഹൃദയം കഠിനമായി തീർന്നിട്ടുണ്ടായിരിക്കാം. മാംസള ഹൃദയത്തിന് വേണ്ടി ദൈവത്തോട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഒരുപാട് വ്യക്തികൾ വചനം കേൾക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. മുൾച്ചെടികൾ ആ വിത്തിനെ ഞെരുക്കി കളഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിയുമ്പം ലോകത്തിൻ്റേതായിട്ടുള്ള വ്യാപാരങ്ങൾ അതിൽ മുഴുകി അങ്ങനെ ലൗകികത നമ്മുടെ വചനത്തെ ഞെരുക്കി കളയുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നുമുണ്ട്. ഈ 2021 ആണ്ടിലും ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമുക്ക് നൽകുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഇനിയെങ്കിലും നമ്മൾ പാറമേൽ വീണ വിത്ത് പോലെയോ അല്ലെങ്കിൽ മുൾച്ചെടികൾക്ക് ഇടയിൽ വീണ വിത്ത് പോലെയോ ആകാതെ നല്ല നിലത്ത് വീണ വിത്തായിട്ട് നമ്മൾ മാറണം. അങ്ങനെയുള്ള വിത്ത് വളരും, 100 മേനി ഫലം പുറപ്പെടുവിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. വചനം പറയുന്നുണ്ടല്ലോ, ഒരു വൃക്ഷത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോഴാണ് നല്ല വൃക്ഷമായിട്ട് നമ്മൾ മാറുന്നത്, നല്ല വിത്തായിട്ട് നമ്മൾ മാറുന്നത്. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധേ. കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നേകളേ നിൻ ദർശനം. നന്മ പൂർണ്ണ പാലക ഇന്നേകളേ നിൻ ദർശനം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഏകബലിയുടെ സമ്പൂർണതയാൽ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആബേലിൻ്റെ കാണിക്കകൾ പോലെ ഇതിനെയും അതേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആശുപത്രിയിലായിരിക്കുന്ന ജോയ് ചേട്ടനെ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജേക്കബ് മാത്യുവിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. അശ്വതിയുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മക്കളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദേശസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലോകം മുഴുവനും ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, അസ്വസ്ഥതകൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഏകസ്വരത്തിൽ പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരുവിയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്ന സമയം കൂടിയാണ്. പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വാവാ എന്നേശുനാഥാ, വാവാ എൻ സ്നേഹനാഥാ, വന്നു വസിച്ചിടുകിന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവം അങ്ങേ ജനത്തോടുകൂടെ ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന്
നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതി. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന.